ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഹനുമൽ ജയന്തി ആശംസകൾ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രജോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ.
സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഇന്ന് ആഞ്ജനേയ ജയന്തിയായി കണക്കാക്കപ്പെടുന്നു. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനൂമത്സ്മരണാത് ഭവേത്. ഭഗവാന്റെ സ്മരണ നിങ്ങൾക്ക് എല്ലാ നന്മകളെയും കൊണ്ടുവരട്ടെ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 50-ാം അധ്യായം. ഇന്ന് നമ്മൾ 3-ാമത്തെ ക്ലാസ്സാണ്. 2 ക്ലാസ് കൊണ്ട് 30ഓളം ശ്ലോകങ്ങൾ, അതെ 30 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ജരാസന്ധനുമായിട്ടുള്ള ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും യുദ്ധവർണ്ണനയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ച കാണാം. അപ്പം നമുക്ക് അധ്യായം മുഴുവൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 50-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ महिष्यौ ഭരതർഷഭ മൃതേ ഭർത്തരി ദുഃഖാർത്തേ യദുസ്മ പിതൃഗൃഹാൻ പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാഞ്ചക്രതുഃ സർവം ആത്മവൈധവ്യകാരണം സ തദപ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തും ചക്രേ പരമമുദ്യമം അക്ഷൗഹിണീഭിർവിംശത്യാതിസൃഭിഃ ചാപി സംവൃതഃ യദുരാജധാനീം മധുരാം ന്യരുണത് സർവതോ ദിശം നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ തദ്ദേശകാലാനുഗുണം
സ്വാവതാരപ്രയോജനം ഹനിഷ്യാമി ബലം ഹേതദ്ഭുവി ഭാരം സമാഹിതം മാഗധേന സമാനീതം വശ്യാനാം സർവഭൂഭുജാം അക്ഷൗഹിണീഭിः സംഖ്യാതം ബടാശ്വരതകുഞ്ചരൈः മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം ഏതദർത്ഥോപതാരോऽയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോऽന്യേഷാം വധായ ച അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംഭ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവതഃ ക്വചിത് ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ സദ്യഃ സസൂതൗ സപരിച്ഛദൗ ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശഃ സംഘർഷണമധാബ്രവീത് പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷ തേ രഥ ആയാതോ ദയിതാന്യായുധാനി ച യാനമാസ്തായ ജഹ്യേതത് വ്യസനാത് സ്വാൻ സമുദ്ധര ഏതദത്തം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃതം ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സംമന്ധ്യദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാ നിർജഗ്മതു സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥിഃ തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേ വധുഃ താവാഹമാഗധോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാഗമാ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേയാഹി ബന്ധുഹൻ തവ രാമ യദി ശ്രദ്ധാ യുധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമക്ഷരൈച്ഛിന്നം ദേഹം സുര്യാഹി മാം ജഹി ശ്രീഭഗവാനുവാച ന വൈ ശൂരാ വിഗദ്ധന്തേ ദർശയന്ദേവ പൗരുഷം ന ഗൃഹ്ണീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ ശ്രീശുക ഉവാച ജരാസുതസ്ഥൗ അഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസാവൃണോത് സസൈന്യയാനധ്വജവാജിസാരഥി സൂര്യാനലൗ വായുരിവ ഭ്രരേണുഭിഃ സുപർണകാലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയഃ പുരാട്ടാളകഹർമ്മ്യ ഗോപുരം സമാശ്രിതാഃ സമ്മുമുഹു ശുചാർദിതാഃ ഹരിഃ പരാനീകപയോമുജാം മുഹുഃ ശിലീമുഖാത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വ്യസ്ഫൂർജയത്ശാർംഗശരാസനോത്തമം ഗൃഹ്ണൻ നിഷംഗാദത സന്തതശരാൻ വിഗൃഹ്യ മുഞ്ചൻ ശിതബാണപൂഗാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വദലാദചക്രം നിർഭിന്നകുംഭാകരിണോ നിപേതുഃ അനേകശോശ്വാഃ ശരവൃക്ണകന്ദരാഃ രഥാഃ ദാശ്വധ്വജസൂതനായകാഃ പദാദയച്ഛിന്നഭുജോരുകന്ദരാഃ സംഛിദ്യമാനദ്വിപദേ ബവാജിനാം അംഗപ്രസൂതാ ശതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷശീർഷകച്ഛപാഃ ഹതദ്വിപദ്വീപഹയഗ്രഹാകുലാഃ കരോരുമീനാ നരകേശശൈവലാ ധനുസ്തരംഗായുധഗുൽമസങ്കുലാഃ അച്ഛൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേകാഭരണാശ്മശർക്കരാഃ പ്രവർത്തിതാ ഭീരുഭയാവഹാമൃതേ മനസ്വിനാം ഹർഷകരീഃ പരസ്പരം വിനിഘ്നധാരീൻ മുസലേന ദുർമദാൻ സംകർഷണേനാപരിമേയ തേജസാം ബലം തദംഗാർണവദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോഃ വിക്രീഡിതം തജ്ജഗദീശയോഃ പരം സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹത്തെ അനന്തഗുണസ്വലീലയാ ന തസ്യ ചിത്രം പരപക്ഷനിഗ്രഹഃ
തഥാപി മർത്യാനുവിദസ്യ വർണ്യത്തെ. ജഗ്രാഹവിരദം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹഃ സിംഹമിവൗജസാം ബധ്യമാനം ഹതാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിദഃ പതിരാജഭിഃ വാക്യൈ പവിത്രാർത്ഥപദൈർനയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണഃ കുസുമൈഃ ത്രിദശൈരനുമോദിതഃ മാതുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതൂര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകബദ്ധതോരണാം നിചീയമാനോ നാരീഭിഃ മാല്യദദ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ ആയോധനഗതം വിത്തമനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ ഏവം സപ്തദശ കൃത്വഃ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മാഗധോ രാജാ യദുഭിഃ കൃഷ്ണപാലിതൈഃ അക്ഷിണ്വൻ തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സ്വേഷ്വനീകേഷു त्यक्त्वायात् अरिभिर्नृपः अष्टादशम संग्रामे आगामिनि तदन्तरा नारद प्रेषितो वीरो यवनः प्रत्यदृश्यताम् रुरोद मधुरामेत्य तिसृभिर्म्लेच्छकोटिभिः नृलोके चाप्रतिद्वन्द्वो वृष्णीन् श्रुत्वा आत्मसंहितान् തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണഃ സംകർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹ്യുഭയതോ മഹത് യവനോയം നിരുന്ദേസ്മാൻ അദ്യ താവൻ മഹാബലഃ മാഗധോപ്യദ്യ വാശ്വോ വാ പരശ്വോ വാ ഗമിഷ്യതി ആവയോർയുധ്യതോരസ്യ യദ്യാഗന്ധാചരാസുതഃ ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യത്തെ സ്വപുരം ബലീ തസ്മാദദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃ സമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതമചീകരത് ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രഥ്യാ ചത്വരവീദീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർ ദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ രാജതാരകുടൈകോഷ്ടൈഃ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹൈമൈഃ മഹാമരകതസ്ഥലൈഃ വാസ്തോഷ്പദീനാം ച ഗൃഹൈഃ വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവഗൃഹോല്ലസത് സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ പ്രാഹിണോദ്ധരേഃ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യത്തെ ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതിക്ക് കോശാൻ ലോകപാലോ നിചോദയാൻ യദ്യത് ഭഗവതാ ദത്തമാധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുഃ ഹരൗ ഭൂമിഗതേ നൃപ തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനുമന്ത്രിതഃ
നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ഉത്തരാർദ്ധത്തിലേക്ക്, ദശമസ്കന്ധത്തിന്റെ ഉത്തരാർദ്ധത്തിലേക്ക് പ്രവേശിച്ചു. 50-ാം അധ്യായം ജരാസന്ധ യുദ്ധം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംസന്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധന്റെ പുത്രിമാരായിരുന്നുകൊണ്ട് അവർ ചെന്ന് അച്ഛനോട് തങ്ങളുടെ വൈദവ്യ കാരണമെല്ലാം ഉണർത്തിച്ചപ്പോൾ ഒന്നും ചിന്തിക്കാതെ ക്രോധാകുലനായിട്ടുള്ള ജരാസന്ധൻ തനിക്ക് വശംവദരായിരിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും കൂട്ടി 23 അക്ഷൗഹിണി സൈന്യവുമായി മധുരാപുരിയെ വളഞ്ഞതും അത് കണ്ട് മധുരാപുരവാസികളെല്ലാം ഭയപ്പെട്ടതും കൃഷ്ണൻ ഇത് കണ്ട് ചിന്തിച്ചതും എന്താണിപ്പോൾ കർത്തവ്യം എന്ന് ചിന്തിച്ചു. എന്തായാലും ജരാസന്ധന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കാം, ഭൂമിഭാരം അങ്ങനെ തീർക്കാം. പക്ഷേ ജരാസന്ധനെ വധിക്കുന്നില്ല. അയാള് വീണ്ടും പോയിട്ട് തിരിച്ചു വരും ഇനിയും സൈന്യങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ഭൂഭാരനാശം എളുപ്പത്തിലാവും എന്ന് കരുതി നിശ്ചയിച്ചു. അപ്പോഴേക്കും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് 2 രഥങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്നു ചേർന്നു. സാരഥികളോടുകൂടെ ആയുധങ്ങളെല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ഇപ്പോഴാണ് ഭഗവാൻ ആയുധധാരിയായി, അല്ലേ, ഇനി ഒരു ക്ഷത്രിയ ധർമ്മം നേരിട്ട് ഏറ്റെടുക്കുന്നത്. ഇതുവരയ്ക്ക് ഭഗവാൻ പ്രത്യേക ആയുധങ്ങളൊന്നും കൊണ്ടു നടന്നിരുന്നില്ല. തൻ്റെ നേർക്ക് വന്ന ദുഷ്ടന്മാരെയൊക്കെ കൈകാര്യം ചെയ്തു. ദ്വന്ദ്വയുദ്ധങ്ങളിലൂടെയും മറ്റുമൊക്കെയാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ശരിക്കുള്ളതായിട്ടുള്ള ഒരു ക്ഷത്രിയ വീരന്റെ മട്ടില് രഥവും സാരഥിയും ആയുധങ്ങളുമൊക്കെ ആയിട്ടാണ് ഇനി മുതൽ കൃഷ്ണൻ പല രംഗത്തും പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. പഴയ കൃഷ്ണനല്ല. ഭൂഭാരം തീർക്കാനായിട്ടുള്ള ആ ഭാവം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള കൃഷ്ണനാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ജ്യേഷ്ഠനോട്, ബലരാമസ്വാമിയോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ആപത്ത് വന്നിരിക്കുന്നു, ജരാസന്ധൻ സൈന്യവുമായി വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠൻ ദാ അങ്ങേക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആയുധങ്ങളും ഉള്ളതായിട്ടുള്ള രഥം വന്നിട്ടുണ്ട്, രഥത്തിൽ കയറൂ, അങ്ങ് വേണം ഈ ജരാസന്ധ സൈന്യത്തെ മുടിക്കാൻ, നശിപ്പിക്കാൻ, എന്നിട്ട് യാദവന്മാരെ രക്ഷിക്കണം. കാരണം അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരാണ് ഈ യാദവന്മാര് എന്ന് പറഞ്ഞ് കൂടുതൽ ഉത്തരവാദിത്വം ജ്യേഷ്ഠനിൽ ഏൽപ്പിച്ചു. അങ്ങനെ യുദ്ധത്തിനായിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ശംഖ് വിളിച്ചതും കോപിച്ച ജരാസന്ധൻ കൃഷ്ണനെ കണ്ട്, എനിക്ക് ലജ്ജ തോന്നണു നിന്നോട് യുദ്ധം ചെയ്യാൻ, നീ ഭീരുവാണ്, നീ ജനിച്ചപ്പോൾ തൊട്ട് ഒളിച്ചു കഴിയുകയാണ്,
നീ ബന്ധുക്കളെ കൊല്ലുന്നവനാണ്, ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഒഴിവാക്കി. പറ്റുമെങ്കിൽ ബലരാമൻ എന്നോട് യുദ്ധം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു. അങ്ങനെ ബലരാമനും ഒപ്പം കൃഷ്ണനും യുദ്ധം ആരംഭിക്കുന്നതാണ്. വലിയ സൈന്യവുമായിട്ട്, ജരാസന്ധ സൈന്യവുമായിട്ട് യുദ്ധം ആരംഭിച്ചു. ജരാസന്ധൻ തൻ്റെ സൈന്യം കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി രാമകൃഷ്ണന്മാരെ വളഞ്ഞു. വായു എങ്ങനെയാണോ മേഘങ്ങളെ കൊണ്ട് സൂര്യനെയും പൊടിപടലങ്ങൾ കൊണ്ട് അഗ്നിയെയും മറയ്ക്കുന്നത്, അതുപോലെ രാമകൃഷ്ണന്മാരെ സൈന്യം കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും എല്ലാമായിട്ട് മറച്ചു. ഈ സമയത്ത് മധുരാപുരിയിലെ സ്ത്രീകൾ മാളികപ്പുറത്തെല്ലാം കയറി നിന്നുകൊണ്ട് യുദ്ധം കാണാൻ നിൽക്കുമ്പോൾ രാമകൃഷ്ണന്മാരെ കാണാതായിട്ട് അവർ സമ്മോഹം ഉണ്ടായി. അവർക്ക് ശുചാർദ്ദിതരായി, ദുഃഖപീഡിതരായി. ഈ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ സൈന്യം, ചെറിയൊരു സൈന്യമാണ് യാദവ സൈന്യം, അതിങ്ങനെ ജരാസന്ധന്റെ ആയുധങ്ങളേറ്റ് ജരാസന്ധ സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ടതായപ്പോൾ ഭഗവാൻ തൻ്റെ ശാർംഗം എന്നുള്ളതായിട്ടുള്ള വില്ലിനെ എടുത്തു. അതിനെ ഞാണൊലി മുഴക്കി. വിസ്ഫൂർജയത് ശാർംഗ ശരാസനോത്തമം. അപ്പം അത്രയും വിശിഷ്ടമായിട്ടുള്ള ഭഗവാന്റെ ശാർംഗം എന്ന വില്ല് അദ്ദേഹം ഞാണൊലി മുഴക്കി, ഇടിവെട്ട് പോലെ. പിന്നീട് ഭഗവാൻ തൻ്റെ തൂണീരങ്ങളിൽ നിന്ന് അസ്ത്രങ്ങൾ എടുത്ത് വളരെ വേഗത്തിൽ ചതുരംഗ സൈന്യത്തെയും കൊന്നൊടുക്കിക്കൊണ്ട് ഒരു അലാത ചക്രം കറങ്ങും പോലെ ഭഗവാൻ കിടന്ന് കറങ്ങിക്കൊണ്ട് ചുറ്റുപാടുള്ളതായിട്ടുള്ള സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മസ്തക കുംഭങ്ങൾ ഭേദിച്ച ആനകൾ പതിച്ചു. അതുപോലെ ശരങ്ങളാൽ ഛേദിക്കപ്പെട്ട ശിരസ്സുകളോടുകൂടി അനേക കുതിരകൾ പതിച്ചു. അതുപോലെ കുതിരകളും ധ്വജവും തേരാളികളും തേരിലെ നായകന്മാരോടും കൂടി രഥങ്ങൾ അനേകം ഭഗവാന്റെ ആയുധങ്ങളേറ്റ് നിലംപതിച്ചു. കാലാൾ സൈന്യവും അവരുടെ അവയവങ്ങളെല്ലാം ഛിന്ന ഭുജോരു കന്തരാഹ, ഭുജങ്ങളും ഉരുക്കളും കന്തരങ്ങളും ഛിന്നമായിക്കൊണ്ട് അവരും പതിച്ചു. ഇവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് അനേക രക്തപ്പുഴകൾ ഒഴുകിയുന്ന ശതശോ അസൃഗാപകാഹ പ്രവർത്തിത. നൂറുകണക്കിന് അസൃഗാപകാഹ രക്തം ഒഴുകുന്ന നദികൾ, ആപകങ്ങൾ പ്രവർത്തിതങ്ങളായി പല വശത്തേക്കും രക്തനദികൾ ഒഴുകി. അതിൽ എന്താ പറയുക, ഒരു നദിയിൽ വേണ്ടതായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഛേദിക്കപ്പെടുന്നതായിട്ടുള്ള കാലാള്, അതുപോലെ ആന, കുതിര മുതലായവരുടെ അംഗങ്ങൾ, അതിൽ നിന്നാണ് ഈ രക്തം പ്രവഹിക്കുന്നത്. എല്ലാവരുടെയും മനുഷ്യരുടെ കൈകൾ, അതുപോലെ കൈകളാകുന്ന പാമ്പുകൾ, പുരുഷന്മാരുടെ ശിരസ്സുകളാകുന്ന കച്ചപങ്ങൾ അഥവാ ആമകൾ, അതുപോലെ ദ്വീപുകൾ പോലെ അനേക ആനക്കൂട്ടങ്ങൾ മരിച്ചു വീഴുന്നു. കുതിരകളുടെ തലകൾ മുതലകളെ പോലെ നീന്തി തുടിക്കുന്നു. എല്ലായിടത്തും കൈകളാകുന്ന തുടകളും അല്ലെങ്കിൽ കൈകളും തുടകളുമാകുന്ന മീനുകൾ കൊണ്ട് നിറഞ്ഞതും, മനുഷ്യരുടെ തലമുടി കൊണ്ട് ചണ്ടികൾ നിറഞ്ഞതും, ജലാശയങ്ങളിൽ ചണ്ടികളും ശൈവലങ്ങൾ നിറയുന്നത്, അതുപോലെ ധനുസ്സുകൾ, വില്ലുകൾ തരംഗങ്ങളെ പോലെയും ആയുധ സമൂഹങ്ങളെ കൊണ്ട് നിറഞ്ഞതുമായ ഗുൽമങ്ങളായി തീർന്ന, ഗുൽമങ്ങൾ ചെറിയ പുൽച്ചെടികൾ പോലെ, പൊന്തക്കാടുകൾ പോലെ ഒക്കെ ആയിട്ട്, അതുപോലെ രഥത്തിന്റെ ചക്രങ്ങളും ഭഗവാന്റെ കയ്യിലെ ആയുധങ്ങൾ അല്ലെങ്കിൽ പടയാളികളുടെ പരിചകൾ, ഇതെല്ലാം ചുഴികളായിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരുന്നു. അച്ചൂരികാവർത്ത ഭയാനക മഹാമണിപ്രവേഗ ആഭരണ അശ്മശർക്കരാഹ. എല്ലാവരുടെയും ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളിലെ കല്ലുകൾ,
അത് ജലാശയത്തിലെ നദിയിലെ കല്ലുകൾ പോലെ, ശർക്കരകൾ പോലെ അഥവാ പൊടിമണൽ പോലെ കാണപ്പെട്ടു. അങ്ങനെ ആ സംഘർഷണന്റെ ആയുധങ്ങളേറ്റ് മുസലം കൊണ്ട് അനേക ശത്രുക്കൾ കൊന്നു വീണു. അവരുടെ അപ്പോൾ കാണുന്ന ഭീരുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതും ധീരന്മാരായിട്ടുള്ളവർക്ക് മനസ്വികൾക്ക് സന്തോഷം ജനിപ്പിക്കുന്നതുമായിരിക്കുന്ന ആ യുദ്ധരംഗം ഗംഭീരമായി ആ രക്തനദികൾ ഒഴുകുന്നതായി ഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ മകേന്ദ്രപാലിതമായിട്ടുള്ള വലിയ സമുദ്രം പോലെ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള ആ ബലം സൈന്യം ക്ഷയം പ്രണീതം, ക്ഷയത്തെ നയിക്കപ്പെട്ടു അഥവാ യമലോകത്തേക്ക് പ്രാപിക്കപ്പെട്ടു. വസുദേവ പുത്രയോ വിക്രീഡിതം തജ്ജഗദീശയോ പരം. ഇത് വസുദേവപുത്രന്മാരായ ജഗദീശ്വരന്മാരുടെ വെറും ലീല മാത്രമാണ്, അല്ലാതെ അവര് കാര്യമായിട്ട് അധ്വാനമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവരാരാ? ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഉത്ഭവം അന്തം, സ്ഥിത്യുത്ഭവാന്തം ഭുവനത്രയസ്യ യഹ സമീഹത്തെ അനന്തഗുണസലീലയാ സ്വലീലയാ. അവരുടെ ലീലയായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംഹരിക്കുക എന്നുള്ള ലീലകളെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരപക്ഷ നിഗ്രഹ ന തസ്യ ചിത്രം. ശത്രുപക്ഷത്തെ നിഗ്രഹിക്കുന്നത് അത്ഭുതമായിട്ടുള്ള കാര്യമല്ല, അതിൽ യാതൊരു ആശ്ചര്യ വിഷയവും ഇല്ല. എങ്കിൽ പിന്നെന്തിനാ വർണ്ണിച്ച് എന്നാണെങ്കിൽ ഭഗവാന്റെ മർത്യ അവതാരമായതുകൊണ്ട് ഇരിക്കട്ടെ കുറച്ച് ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ ലോകത്ത്. ഇത് കേൾക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. അതുപോലെ ഭക്തന്മാരായിട്ടുള്ളവർക്ക് കേൾക്കുമ്പോൾ അന്ധകരണ ശുദ്ധിയും അതുപോലെ ധർമ്മബോധവും എല്ലാം എല്ലാവരിലും ജനിപ്പിക്കട്ടെ. അതിനുവേണ്ടി വർണ്ണിച്ചതാണ് എന്നുള്ള മട്ടില് ശുകബ്രഹ്മർഷി പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ആ ജരാസന്ധനുമായിട്ടുള്ള ജരാസന്ധ സൈന്യവുമായിട്ടുള്ള ഭഗവാന്മാരുടെ യുദ്ധത്തെ വർണ്ണിച്ചു. അതിന്റെ തുടർച്ച ജരാസന്ധനെ ബന്ധിക്കുന്നു. ബലരാമസ്വാമി നിരായുധനാക്കി ജരാസന്ധനെ പാശങ്ങളെ കൊണ്ട് ബന്ധിച്ച് കൊല്ലാനായിട്ട് ഒരുങ്ങുന്നു. പക്ഷേ ഭഗവാൻ അത് സമ്മതിക്കുന്നില്ല. അവനെ വിട്ടേക്കൂ എന്ന് ബലരാമസ്വാമിയോട് പറയുന്നു. അങ്ങനെ ലജ്ജിതനായ ഏതൊരു ഭഗവാനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞോ, ഇപ്പോ അതേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മോചിതനായി ലജ്ജ കൊണ്ട് തലകുനിഞ്ഞവനായി അവിടുന്ന് തിരിച്ചു പോകുന്ന ജരാസന്ധൻ. അതിന്റെ കഥകളൊക്കെ നമുക്ക് കാണാം. ജഗ്രാഹവിരഥം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹ സിംഹമിവൗജസാ. ജഗ്രാഹവിരഥം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹ സിംഹമിവൗജസാ. അപ്പോ ആ ജരാസന്ധന്റെ രഥമെല്ലാം ബലരാമസ്വാമി തകർത്തു ഒലയ്ക്ക കൊണ്ട്. സൂതനെയും കുതിരകളെയും എല്ലാം തകർത്തു. അപ്പൊ വിരതനായിരിക്കുന്ന, രഥമില്ലാത്തവൻ വിരതൻ. അതുപോലെ മഹാബലം ഹതാനീകാവശിഷ്ടാസു. മഹാബലവാനാണ് ആര്? ജരാസന്ധൻ 10,000 ആനയുടെ ശക്തിയുള്ള ആളാണ്, മഹാബലവാനാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഹത അനീക അവശിഷ്ട അസുവാണ്. അദ്ദേഹത്തിന്റെ അനീകം മുഴുവൻ ഹതം, സൈന്യം മുഴുവൻ കൊല്ലപ്പെട്ടു. ഇനി എന്താ ശേഷിക്കുന്നത്? സ്വന്തം അസു മാത്രം. അസു എന്നാൽ പ്രാണൻ. അപ്പൊ തന്റെ പ്രാണൻ മാത്രം ശേഷിക്കുന്നവനായിട്ട് ഇനി ഒന്നും കൈമുതലായിട്ടില്ല. അഹങ്കാരമെല്ലാം ശമിച്ചു എന്നർത്ഥം തൽക്കാലത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ഹതാനീക അവശിഷ്ടാസും ജരാസന്ധം, ആ ജരാസന്ധനെ രാമഃ ഓജസാ ജഗ്രാഹ. ബലരാമസ്വാമി വളരെ ഓജസ്സോടുകൂടെ തന്റെ പ്രഭാവം കാണിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി എന്നർത്ഥം. ജഗ്രാഹ ഗ്രഹിച്ചു. ഏതുപോലെ? സിംഹം സിംഹ ഇവ, സിംഹ സിംഹം ഇവ. 2 സിംഹങ്ങൾ തമ്മിൽ പരാക്രമം കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും വിജയിയാവുന്ന സിംഹം പരാജയപ്പെടുന്ന സിംഹത്തെ അവസാനം കടിച്ചു പിടിക്കും.
അതിൻ്റെ കഴുത്തിൽ പുറകിൽ പിടിക്കും. അങ്ങനെ കീഴടക്കുന്നതായിട്ടുള്ള രംഗം. അപ്പോൾ ഒരു സിംഹം മറ്റൊരു സിംഹത്തെ കാട്ടിലെ രാജാവ് ആരാണെന്ന് നിർണയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. സിംഹിണികൾക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും പോരാട്ടങ്ങൾ ആരംഭിക്കുക. അങ്ങനെ ഏറ്റവും ശക്തനായിട്ടുള്ള യുവാവായിട്ടുള്ള സിംഹം വൃദ്ധനായ സിംഹത്തെ പരാജയപ്പെടുത്തും. ഇതുപോലെയാണ് ഇവിടെ ബലരാമസ്വാമിയാകുന്ന സിംഹം. അദ്ദേഹത്തിനും 10,000 ആനകളുടെ ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിലും അനന്തമായിട്ട് ശക്തിയുള്ള ആളാണ്. 10,000 ആനയുള്ള ജരാസന്ധനും മോശക്കാരനല്ലാത്തതുകൊണ്ടാണ് സിംഹം സിംഹമിവ എന്ന് പറഞ്ഞത്. സിംഹ സിംഹമിവ, ഒരു കുറുക്കനെ പോലെയോ ചെന്നായയെ പോലെയോ അല്ല, സിംഹത്തോട് തന്നെ ഉപമിച്ചിരിക്കുന്നു, മഹാശക്തനായതുകൊണ്ട് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ജരാസന്ധനെ ബലരാമസ്വാമി ഓജസാ ജഗ്രാഹ, ഓജസ്സോടെ ഗ്രഹിച്ചു. ബദ്യമാനം ഹതാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ. ബദ്യമാനം ഹരാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ. അപ്പോൾ ബലരാമസ്വാമി ഇവനെ ബന്ധിക്കാൻ പോണത് ബദ്യമാനം, ബന്ധിക്കപ്പെടുന്നവൻ, ബദ്ധനാക്കപ്പെടുന്നവൻ, ഹത അരാതി, ഹനിക്കപ്പെട്ട ശത്രുക്കളോടുകൂടിയവനായിട്ടുള്ള അവനെ. അപ്പൊ ആരെയാണവിടെ ബദ്യമാനം ഹരാരാത്യം എന്ന് ഉദ്ദേശിക്കുന്ന ബലരാമസ്വാമിയാണ്. ബന്ധിക്കാൻ പോകുന്നത് ബലരാമസ്വാമി, ശത്രുക്കളെ കൊന്നവൻ ബലരാമസ്വാമി, ഹരാരാതി. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യായിരുന്നു? വാരുണമാനുഷൈഹി പാശൈഹി, വരുണപാശം മാനുഷപാശം, 2 തരത്തിലുള്ള പാശങ്ങളെ കൊണ്ടും അർത്ഥം. വരുണപാശം എന്നുള്ളത് മുള്ളുകളൊക്കെ ഉള്ളതായിട്ടുള്ള കയറുകളാണ്. അത് അഴിക്കാൻ നോക്കിയാൽ കൂടുതൽ അപകടമാവും, ബലം പിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വരുണപാശങ്ങൾ അത് ദിവ്യങ്ങളായ പാശമായിട്ട് ഭഗവാന്റെ ആയുധമായിട്ട് കണക്കാക്കാം. അതുപോലെ മാനുഷം എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്ത് കിട്ടുന്ന കയറുകൾ, ആ പാശങ്ങളെ കൊണ്ടും വാരുണ മാനുഷൈഹി പാശൈഹി ബദ്യമാനം, ബന്ധിക്കപ്പെടുന്നവനും ഹതാരാതിം, ഹനിക്കപ്പെടുന്നവനുമായിട്ടുള്ള, ഹനിക്കപ്പെട്ട ശത്രുക്കളോട് കൂടിയവനായിട്ടുള്ള അവനെ ഗോവിന്ദ തേന കാര്യചികീർഷയ വാരയാമാസ. ഗോവിന്ദൻ ഭഗവാൻ തേന, തേന എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട്, ആരെ കൊണ്ട്? ജരാസന്ധനെ കൊണ്ട്. കാര്യമുണ്ട്, കാര്യചികീർഷയ, കാര്യം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട്, പ്രയോജനം ചിന്തിച്ചുകൊണ്ട് എന്നർത്ഥം. അവനെ അഴിച്ചുവിട്ടാൽ പ്രയോജനമുണ്ട് എന്ന് ചിന്തിച്ച് വാരയാമാസ. അപ്പൊ ആരെ വാരയാമാസ? ബലരാമസ്വാമിയെ വാരയാമാസ. അതുകൊണ്ട് ബദ്യമാനം ഹരാരാത്യം എന്നുള്ളത് ബലരാമസ്വാമിക്ക് വിശേഷണമായിട്ട് എടുക്കാം. വാരയാമാസ, സംഘർഷണം വാരയാമാസ. സംഘർഷണമൂർത്തിയെ ആ പ്രവൃത്തിയിൽ നിന്ന് നിവാരണം ചെയ്തു എന്നർത്ഥം. കൊല്ലരുത് ജ്യേഷ്ഠ, അവനെ വിട്ടേക്കൂ, അവനെ കൊണ്ട് നമുക്ക് കാര്യമുണ്ട് എന്ന് ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി. ഏട്ടൻ നല്ല കോപത്തില് കൊലയ്ക്ക കൊണ്ട് അടിച്ച് കൊല്ലാൻ നിൽക്കുകയാണ് അവനെ. പക്ഷെ ഭഗവാൻ ചെന്ന് തടുത്തുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇവനെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട്, ഇവൻ ഇനിയും നമുക്ക് പണി തരും, അപ്പൊ നമുക്ക് സൗകര്യമാവും എന്നുള്ള മട്ടില് ചില സൂചനകളൊക്കെ കൊടുത്ത് തടഞ്ഞു എന്നർത്ഥം. ബദ്യമാനം ഹരാരാതിം പാശൈർവാരുണമാനുഷൈഹി വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ. തേന ജരാസന്ധേന കാര്യചികീർഷ അസ്തി. സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിദഃ പതിരാജഭിഃ. സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിദ പതിരാജഭിഃ. അപ്പോ
സഹ ലോകനാഥാഭ്യാം മുക്ത, സഹ ജരാസന്ധ മുക്ത, മോചിക്കപ്പെട്ടു. ആരാൽ? ലോകനാഥാഭ്യ, ലോകനാഥന്മാരായ രാമകൃഷ്ണന്മാരാൽ മോചിക്കപ്പെട്ടു. അപ്പൊ എന്തായി? വ്രീഡിത, നല്ല ലജ്ജയുണ്ടായി, നാണം കെട്ടു. വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് കൃഷ്ണനോട് യുദ്ധത്തിനില്ല, ബലരാമൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പൊ തന്റെ വലിയ സൈന്യം മുഴുവൻ നശിച്ചു, താൻ ബന്ധനസ്ഥനായി, താൻ അവരുടെ കാരുണ്യം കൊണ്ട്, അവരുടെ ദയ കൊണ്ട് ലഭിച്ച പ്രാണനം കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ വ്രീഡിത ലജ്ജിത. അപ്പൊ ഇത് വീരസമ്മതനാണ് ഇദ്ദേഹം. വീരന്മാർക്കൊക്കെ ബഹുമാനമുള്ള ആളാണ്. എല്ലാ വീരന്മാരും ബഹുമാനിക്കുന്ന മഹാശക്തനായിട്ടുള്ള ജരാസന്ധന് ഇങ്ങനൊരു ഗതികേട് വന്നാൽ അയാൾ ലജ്ജിക്കാതിരിക്കുവോ? അയാളുടെ എല്ലാ ഈഗോയും തകർന്നു എന്നർത്ഥം. മറ്റ് വീരന്മാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? ഞാനാണ് ലോകൈക വീരൻ എന്ന് കരുതിയിരുന്ന ആളാണ്. ഇപ്പതാ രണ്ട് നിസ്സാരന്മാരെന്ന് ലോകത്തിന് തോന്നുന്ന ആളുകളെ കൊണ്ടാണ് തന്റെ വലിയ സൈന്യവും താനും പരാജയപ്പെടുത്തപ്പെട്ടത്. എന്നിട്ടോ അവര് എന്തൊരു ധൈര്യമാണ് അവർക്ക് ഇതുപോലൊരു ശത്രുവിനെ കയ്യിൽ കെട്ടിയിട്ടും കൊല്ലാതെ വെറുതെ വിടാൻ. അതിനൊരു ചെറിയ ശക്തിയൊന്നും പോരാ അല്ലേ? യഥാർത്ഥത്തിൽ സാധാരണ ആരാണെങ്കിലും ഇനിയും ഇവൻ പോയിക്കഴിഞ്ഞാൽ ഇവൻ ബലവാനാണ്, ഇവൻ ക്രൂരനാണ്, ശക്തനാണ്, ഇവന്റെ കൂടെ ആളുകൾ ഉണ്ടാവും, ഇനിയും ഇവൻ വരും, അതുകൊണ്ട് ചവിട്ടേറ്റ പാമ്പിനെ പോലെയാണ് ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവനെ കൊല്ലുക തന്നെ വേണമെന്ന് എല്ലാവരും തീരുമാനിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ യാതൊരു പേടിയും കൂടാതെ അവനെ വളരെ നിസ്സാരനാക്കിക്കൊണ്ട് നീ പോ എന്ന് പറഞ്ഞ്, അല്ലേ, ഭഗവാനോട് അവൻ ഒരു വാക്ക് പറഞ്ഞു, യാഹി എന്ന്. യാഹി എന്ന് പറഞ്ഞാൽ നീ പോ എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു യാഹി എന്ന് തിരിച്ച്, നീ പോ, നീ പോയിട്ട് എന്താ ചെയ്യണമെച്ചാ ചെയ്യേ എന്ന് അവനെ നിസ്സാരനാക്കി, നിരായുധനാക്കി, അവശനാക്കി, തോൽപ്പിച്ച് നാണം കെടുത്തി അയക്കുകയാണ്. അപ്പൊ വീരസമ്മതനായിട്ടുള്ള അവന് നല്ല അഭിമാനക്ഷതമേറ്റു. അപ്പൊ ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റില്ല, ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? തപസേ കൃതസങ്കൽപ. ജരാസന്ധൻ കൃതസങ്കൽപ്പനായി, സങ്കല്പം ചെയ്തു. എന്താണ്? തപസേ, തപസ്സിനായിക്കൊണ്ട്. അപ്പൊ ഇനി ഞാൻ നാട്ടിലേക്കില്ല, മാഗധത്തിലേക്കില്ല. ഈ പരാജിതനായി ദീനനായ മുഖവുമായിട്ട് ഞാൻ ഇനി എന്റെ നാട്ടിലേക്കില്ല. എന്റെ നാട്ടിലെ പ്രജകളുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? ഇനിയും മറ്റു രാജാക്കന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തപസേ കൃതസങ്കൽപ, ഞാൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് കണ്ടവരോട്, ബന്ധുക്കളായിട്ടുള്ള ആളുകളോടൊക്കെ പറയുന്നു. എന്നിട്ട് പതുക്കെ ആള് അവിടുന്ന് വിരമിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് നമ്മളെ ശിശുപാലാദി രാജാക്കന്മാർ, അവര് തോറ്റോടിയവരാണ്, ദൂരെ എവിടെയോ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അവര് വേഗം ജരാസന്ധനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വാരിത പതിരാജഭിഹി. പതി മാർഗത്തിൽ, അയാൾ കാട്ടിലേക്ക് പോകുന്ന മാർഗത്തിൽ വെച്ച് രാജഭിഹി വാരിത, മറ്റു രാജാക്കന്മാരാൽ വാരണം ചെയ്യപ്പെട്ടു, നിവാരണം ചെയ്യപ്പെട്ടു. അയ്യോ അയ്യോ അയ്യോ, അങ്ങ് പോകരുതേ, ഇതിപ്പോ സംഭവിച്ചു പോയി. ഒരു പരാജയം എല്ലാവർക്കും സംഭവിക്കും, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. പക്ഷേ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് അല്ലേ അവർ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങ് ഒറ്റ പരാജയം കൊണ്ട് അങ്ങ് തളരരുത്, ഇനിയും അങ്ങേക്ക് ശ്രമിക്കാം, ഇനിയും വിജയിക്കാം. എന്തോ അങ്ങയുടെ കാലക്കേട് കൊണ്ടാണിത് സംഭവിച്ചത്, വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. വാക്യൈ പവിത്രാർത്ഥപദൈ നയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധേ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ. വാക്യൈ പവിത്രാർത്ഥപദൈ നയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധേ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ. അപ്പൊ അവര് ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകാനായിട്ട് പവിത്രാർത്ഥപദൈഹി വാക്യൈഹി, പരിശുദ്ധങ്ങളായ അർത്ഥങ്ങളോടുകൂടിയ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കർമ്മഫലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായിട്ടുള്ള
പുണ്യാപുണ്യങ്ങളെക്കുറിച്ചും നിർഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന നല്ല വാക്യങ്ങളെയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇപ്പൊ തൽക്കാലം അങ്ങേക്ക് കെട്ട കാലമാണ്, അതുകൊണ്ട് ദൗർഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്, അവരുടെ നല്ല കാലമായിരിക്കും, അല്ലെങ്കിൽ അവർക്കുണ്ടോ ശക്തി, അതാണ് യദുബിഹി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രാകൃതൈഹി നയനൈഹി അപി, പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഭൗതികങ്ങള് ലൗകികങ്ങൾ എന്നൊക്കെ അർത്ഥം. ലൗകികങ്ങളായ ന്യായങ്ങളെ കൊണ്ടും, നയനം എന്ന് പറഞ്ഞാല് നീതികൾ, ന്യായങ്ങൾ എന്നൊക്കെ അർത്ഥം, പല ലോജിക്കുകളും പറഞ്ഞു കൊടുത്തുകൊണ്ടും വാരിദ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞു എന്നർത്ഥം. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു, അങ്ങനെ ചെയ്തു. യദുബിഹി തേ അയം പരാഭവ സ്വകർമ്മബന്ധേ പ്രാപ്ത. കാരണം എന്താണ്? ഈ യാദവന്മാരോടൊക്കെ അങ്ങേക്ക് പരാജയം സംഭവിക്കുമോ? അങ്ങ് ഈ ലോകത്തിൽ എത്ര രാജാക്കന്മാരെ ജയിച്ച ആളാണ് അല്ലേ? എത്ര ശക്തനാണ്. 20,800 പേരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ അങ്ങയെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ആരാലും ഇതുവരെ പരാജയമുണ്ടായിട്ടില്ലാത്ത അങ്ങയ്ക്ക് ഈ കേവലം രാജാധികാരമില്ലാത്തവരും അല്ലെ, മറ്റുള്ളവരുടെ ദയ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുമായിട്ടുള്ള ഈ യാദവന്മാരിൽ നിന്ന് അങ്ങേക്ക് പരാജയം എന്നുള്ളത് ഒരു വിചിത്രമായിട്ടൊരു സംഭവമാണ്, ഒരു അത്ഭുതമാണ്. അത് അവരുടെ ഭാഗ്യവും അങ്ങയുടെ ദൗർഭാഗ്യവുമാണ് ഇപ്പോഴത്തെ സമയം. അപ്പൊ കർമ്മബന്ധം കൊണ്ട് സംഭവിച്ചതാണ്. ഏതോ ഒരു പ്രാരബ്ധമുണ്ട് അങ്ങേക്ക് ഇങ്ങനെ തോൽക്കാനായിട്ട്, ആരോടെങ്കിലും നിസ്സാരന്മാരോട് തോൽക്കുക എന്നുള്ളത് യോഗമാണ് അങ്ങേക്ക് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇനിയും അങ്ങ് ഉദ്യമം ചെയ്യണം, വെറുതെ ഇരിക്കരുത്, പരിശ്രമിക്കണം. ഇവരെ അങ്ങ് പ്രതികാരം ചെയ്ത് ഇവരെയൊക്കെ കൊന്നു കളയണം. അങ്ങേക്ക് അതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, അങ്ങേക്കേ അതിന് കഴിയൂ. അതുകൊണ്ട് അങ്ങ് പിന്തിരിയരുത്, അങ്ങ് വനത്തിലേക്ക് പോകരുത്, തപസ്സിന് പോകരുത്, തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും, രാജാക്കന്മാർ പലരും, ശിശുപാലാദികള് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു എന്നർത്ഥം. വാക്യൈ പവിത്രാർത്ഥപദൈഹി നയനൈഹി പ്രാകൃതൈരപി സ്വകർമ്മബന്ധേ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ. ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ. അപ്പോ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതഃ ഭഗവതാ ഉപേക്ഷിതഃ മഗധാൻ ദുർമനായയൗ. അപ്പൊ തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം സർവ അനീകേഷു ഹതേഷു, തന്റെ സൈന്യങ്ങളെല്ലാം ഹനിക്കപ്പെട്ടു, എല്ലാവരും മരിച്ചു ഭഗവാന്റെ ആയുധങ്ങളേറ്റ്. ബലരാമസ്വാമിയും ഭഗവാനും കൂടി 23 അക്ഷൗഹിണിയെയും നശിപ്പിച്ചു. അങ്ങനെ സർവ അനീകേഷു ഹതേഷു ഭഗവതാ ഉപേക്ഷിതഃ ബാർഹദ്രതഃ നൃപഃ. ഭഗവാനാൽ അഭയം കൊടുത്ത അല്ലെങ്കിൽ ദയ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവനായ, പ്രാണൻ മാത്രം ബാക്കിയാക്കി ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടുള്ള ആ ബാർഹദ്രതനായ നൃപൻ, ബൃഹദ്രഥന്റെ മകനാണ്. അതുകൊണ്ട് ബാർഹദ്രഥൻ. അപ്പോ ആ ജരാസന്ധൻ എന്ന രാജാവ് ദുർമനാഹ, ദുഃഖിച്ച മനസ്സോടുകൂടെ, വളരെ വിഷമത്തോടുകൂടെ മഗധാൻ യയൗ, തന്റെ മഗധദേശങ്ങളിലേക്ക് യാനം ചെയ്തു, മടങ്ങിപ്പോയി. നിരാശനായി, നിസ്സഹായനായി, ദുഃഖിതനായി, അദ്ദേഹം അപമാനിതനായി തിരിച്ചുപോയി എന്നർത്ഥം. മഗധാൻ യയൗ. അങ്ങനെ 1ാമത്തെ പ്രാവശ്യത്തെ യുദ്ധം കഴിഞ്ഞു. ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടി വിജയശ്രീലാളിതനായി തിരിച്ച് ദ്വാരകാപുരിയിലേക്ക് എഴുന്നള്ളത്തിനെ വർണ്ണിക്കുകയാണ്. എല്ലാവരും ആഘോഷമായിട്ട് സ്വീകരിക്കുന്നു മധുരാപുരവാസികൾ. മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണ കുസുമൈഃ ത്രിദശൈരനുമോദിതഃ മാതുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതൂര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ.
മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണ കുസുമൈഃ ത്രിദശൈരനുമോദിതഃ മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതൂര്യാണ്യനേകശഃ വീണാ വേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ. മുകുന്ദോപി അക്ഷതബലഃ, മുകുന്ദൻ അദ്ദേഹത്തിന്റെ ബലത്തിന് അഥവാ സൈന്യത്തിന് ഒരു ക്ഷതിയും ഇല്ലാതെ. അപ്പൊ ഭഗവാൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ സൈന്യമായിരുന്നുവെങ്കിലും അവർക്ക് യാതൊരു ക്ഷീണവുമില്ലാതെ രക്ഷിച്ചു. അവര് തന്റെ സൈന്യത്തെ ജരാസന്ധന് വിട്ടുകൊടുത്തില്ല. രണ്ട് ഭഗവാന്മാരും കൂടി തന്നെ ജരാസന്ധ സൈന്യത്തെ നശിപ്പിച്ചു. അപ്പൊ അക്ഷതബലഃ മുകുന്ദഃ, മുകുന്ദൻ അക്ഷതബലനായിട്ട് നിസ്തീർണ അരിബല അർണവഃ, അരിബലം ശത്രു സൈന്യം. അപ്പൊ ശത്രു സൈന്യമാകുന്ന അർണവം സമുദ്രം, അതിനെ നിസ്തീർണം നിതരാം തീർണം, നിശേഷേണ തീർണം, നന്നായി തരണം ചെയ്തു. ശത്രു സൈന്യമാകുന്ന സാഗരത്തെ നിസ്സാരമായി നിശേഷമായി തരണം ചെയ്തു, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ. അങ്ങനെയുള്ള ഭഗവാൻ വികീര്യമാണ കുസുമൈഹി ത്രിദശൈഹി അനുമോദിതഃ. ത്രിദശൈഹി, ത്രിദശന്മാര് ദേവന്മാര്. അപ്പൊ ആകാശത്ത് നിന്ന് ദേവന്മാരാൽ കുസുമൈഹി വികീര്യമാണഃ, പുഷ്പങ്ങൾ ദേവലോകത്ത് നിന്ന് ഈ ദേവന്മാര് വർഷിച്ചു. അപ്പൊ പുഷ്പവൃഷ്ടിയോടുകൂടെ വികീര്യമാണൈഹി കുസുമൈഹി അനുമോദിതഃ, അവരാൽ അനുമോദിക്കപ്പെട്ടവനും. അപ്പൊ ദേവന്മാരൊക്കെ ഭഗവാനെ എന്താ പറയുക, ജയ് വിളിച്ച് അദ്ദേഹത്തിനെ അനുമോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിജയത്തെ അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എല്ലാവരും ആഘോഷിക്കുന്നു. ഭഗവാന്റെ മോദത്തിൽ അവരും ഒപ്പം അനുമോദിക്കുന്നു എന്നർത്ഥം. എല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനെ ദേവന്മാരാൽ പുഷ്പവൃഷ്ടിയും സ്തുതികളോടും കൂടി ഭഗവാൻ തിരിച്ചു വരികയാണ്. മാധുരൈഃ ഉപസംഗമ്യ വിജ്വരൈഃ മുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ. അപ്പൊ മാധുരൈഃ എന്ന് പറഞ്ഞാൽ മധുരാപുരവാസികളോടുകൂടെ. അവരെങ്ങനെയുള്ളവരായി? വിജ്വരൈഃ, അവരുടെ ജ്വരമെല്ലാം പോയി, ഭയമെല്ലാം പോയി, പീഡയെല്ലാം പോയി. അവരുടെ ആത്മാ മുദിതാത്മാ, ഇപ്പൊ മുദിതാത്മഭിഃ, അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്ത മോദം വന്നു. അപ്പൊ ദുഃഖമെല്ലാം പോയി, പീഡയെല്ലാം പോയി, ആനന്ദിക്കുന്നവരായിട്ടുള്ള, സന്തോഷ നൃത്തം വയ്ക്കുന്നവരായിട്ടുള്ള മധുരാപുരവാസികളോടുകൂടി ഉപസംഗമ്യ, അവരാൽ സൽക്കരിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ടവനായിട്ട് അവരുമായി ചേർന്ന് ഉപസംഗമ്യ ഉപഗീയമാന വിജയ സൂതമാഗതവന്ദിഭിഃ, സൂതന്മാരെ മാഗതന്മാരെ വന്ദികള് അവിടെ എന്താ പറയുക, രാജധാനിയില് രാജാവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഉഗ്രസേന രാജാവിനെയും മറ്റുമൊക്കെ പള്ളി ഉണർത്തുകയും അതുപോലെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ സ്തുതിക്കുകയും ചെയ്യുന്ന സ്തുതിപാഠകന്മാരായിട്ടുള്ളവർ സൂതമാഗത വന്ദികൾ. അപ്പോഴേക്കും രാമകൃഷ്ണന്മാർക്ക് സ്തുതി ചെയ്യാനായി കൊണ്ടുവന്നു. അവരാൽ സൂതമാഗത വന്ദികളാൽ ഉപഗീയമാന വിജയ, ഇവരുടെ വിജയം, രാമകൃഷ്ണന്മാരുടെ വിജയത്തെക്കുറിച്ച് ഗംഭീരമായി ഗാനം ചെയ്യപ്പെടുന്നു. ആ ജരാസന്ധന്റെ സൈന്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞ ജരാസന്ധനെ കൊല്ലാനായിട്ട് അവസരം കിട്ടിയിട്ടും കൊല്ലാതെ വിട്ട ദയ കാണിച്ച ആ മഹാത്മ്യമെല്ലാം, അവരുടെ വീര്യ പരാക്രമങ്ങളെ കുറിച്ചെല്ലാം ഈ സൂതമാഗത വന്ദികൾ, അവരേത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മുദ്രാവാക്യങ്ങൾ ആരും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കിത് സ്ഥിരം പണിയാണ്, ബൈഹാർട്ടാണ് ഓരോന്നും. അല്ലേ, ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടികളിലൊക്കെ സ്ഥിരം മുദ്രാവാക്യം എഴുതുന്നവരും സ്ഥിരം മുദ്രാവാക്യം ഉച്ചത്തിൽ ചൊല്ലുന്നവരുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കത് നല്ല ശീലമാണ്, ബാക്കിയുള്ളവർ ഏറ്റുചൊല്ലിയാൽ മതി. അപ്പൊ അതുപോലെ ഇവിടെ സൂതമാഗത വന്ദികൾ ഭഗവാന്റെ വീര്യത്തെക്കുറിച്ച് ഗാനം ചെയ്തുകൊണ്ട് ഉപഗീയമാന വിജയ സൂതമാഗത വന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീ തൂര്യാണി അനേകശഃ വീണാ വേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ.
പ്രഭൗ പുരം പ്രവിശതി സതി. ആ പ്രഭു പുരത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിങ്കൽ, അദ്ദേഹം പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രഭുവായ ഭഗവാൻ പുരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ശംഖദുന്ദുഭയ നേതുഹു, ശംഖം നാദം ചെയ്തു. ദുന്ദുബി എന്ന വലിയ വാദ്യങ്ങൾ, ഭേരികൾ ഒക്കെ മുഴങ്ങി. ഭേരി, തൂരിയാണി, തൂര്യങ്ങൾ എന്ന് പറഞ്ഞാലും വാദ്യങ്ങൾ തന്നെ. അനേകശഃ, അനേക പ്രകാരത്തിലുള്ള വാദ്യങ്ങൾ. അതുപോലെ വീണകൾ മുഴങ്ങി. വേണുക്കൾ, പുല്ലാങ്കുഴലുകൾ ഊതി. മൃദംഗാനി, മൃദംഗങ്ങൾ ശബ്ദിച്ചു. അപ്പൊ എല്ലാ വാദ്യങ്ങളും കൂടെ, വാദ്യഘോഷങ്ങളോടുകൂടെ ഭഗവാന് പുരത്തിലേക്ക് പ്രവേശനം ചെയ്യുന്ന സമയത്ത് വരവേൽപ്പ് എല്ലാരും കൂടി. ശംഖദുന്ദുഭയോ നേതുഹു ഭേരീതുര്യാണ്യനേകശഃ വീണാ വേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ. സിക്തമാർഗാം ഹൃഷ്ടജലാം പതാകാഭിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം. സിക്തമാർഗാം ഹൃഷ്ടജലാം പതാകാഭിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം. അപ്പോ ഭഗവാനെ വരവേൽക്കാനായിട്ട് ഇവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ സമയത്ത് ഭൂമിയിൽ നിന്നുള്ള പൊടി പൊങ്ങാൻ പാടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യും? നിലമൊക്കെ തളിച്ചിട്ടുണ്ടാവും അല്ലെ? ഇന്നലെ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖം കടൽപ്പുറത്ത്. അപ്പോ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത് അല്ലേ? അപ്പോ ആ വലിയ വാദ്യഘോഷങ്ങളോടുകൂടി വലിയ ആൾക്കൂട്ടം പോകുമ്പോൾ അവര് വരുന്ന വഴിയിലൊക്കെ വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിരിക്കുന്നു, നനഞ്ഞ് മണ്ണ് പൊങ്ങാതിരിക്കാൻ. അപ്പൊ അതുപോലെ എല്ലായിടത്തും ഉത്സവ സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യും. ഈ ആൾക്കൂട്ടത്തിന്റെ കാൽപ്പൊടികളിൽ നിന്ന് മറ്റേ ധൂളികൾ പറക്കാതിരിക്കാനായിട്ട്. അതുപോലെ ഇവിടെയും മാർഗങ്ങളെല്ലാം സിക്തം എന്നാൽ സേചനം ചെയ്തത്, നനയ്ക്കപ്പെട്ടത്. അപ്പൊ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ കലക്കിയ വെള്ളങ്ങളൊക്കെ കൊണ്ട് സേചനം ചെയ്ത വഴികളും. സിക്തമാർഗാം ഹൃഷ്ടജനാം, വഴിയിലുള്ള ജനങ്ങളൊക്കെ ഹൃഷ്ടരാണ്, സന്തുഷ്ടരാണ്, ഹർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ സന്തോഷം പ്രകടിപ്പിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന ജനങ്ങളോട് കൂടിയതും. പതാകാഭിർ അലങ്കൃതാം, കൊടിതോരണങ്ങൾ പതാകകളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ജനങ്ങൾ അപ്പോഴേക്കും പെട്ടെന്നെല്ലാം സംഘടിപ്പിച്ചു വരവേൽപ്പ് കൊടുക്കുകയാണ്. നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ, ബ്രഹ്മഘോഷം വേദഘോഷം, വേദഘോഷം കൊണ്ട് നിർഗുഷ്ട, നിതരാങ്കുഷ്ട, നല്ലപോലെ ഘോഷിക്കപ്പെടുന്നതായിട്ടുള്ള ആ വഴികൾ. കൗതുക ആബദ്ധ തോരണാം, ആ ഉത്സവത്തോടുകൂടി കെട്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള തോരണങ്ങളോടുകൂടിയതും. ഉത്സവമാണ് ഞങ്ങൾക്ക് എന്ന് പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ തോരണങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കൗതുകാബദ്ധ തോരണാം, അങ്ങനെ വേദഘോഷങ്ങളും വാദ്യങ്ങളും നൃത്തങ്ങളും എല്ലാമായിട്ട് പ്രവേശിക്കുകയാണ്. നിചീയമാനോ നാരീഭിഃ മാല്യദദ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ. നിചീയമാനോ നാരീഭിഃ മാല്യദദ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ. അപ്പൊ നിചീയമാനഃ നാരീഭിഃ മാല്യദദ്യക്ഷതാങ്കുരൈഃ. മാല്യം, ദതി, അക്ഷതം, അങ്കുരം. മാല്യം എന്ന് പറഞ്ഞാൽ പൂമാലകള്, ദതി എന്ന് പറഞ്ഞാൽ തൈര്, അക്ഷതം മുറിയാത്ത ധാന്യങ്ങള്, അങ്കുരങ്ങൾ എന്ന് പറഞ്ഞാല് മുളച്ച ധാന്യങ്ങള്. അപ്പൊ ഇതൊക്കെ മംഗളദ്രവ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അങ്കുരം എന്ന് പറഞ്ഞാൽ മൊട്ടുകളെന്നും കൂടി അർത്ഥമുണ്ട്. പൂമൊട്ടുകളെന്നും അർത്ഥമുണ്ട്, പൂക്കളെന്നും മലരുകളെന്നും ഒക്കെ അർത്ഥം കൊടുക്കാം. അപ്പൊ എന്തായാലും മംഗളദ്രവ്യങ്ങളെ കൊണ്ട് നാരീഭിഹി, സ്ത്രീകളാണ് ഇതിനൊക്കെ എന്താ പറയുക, മുൻകൈ എടുക്കുന്നത്. അങ്ങനെ സ്ത്രീകളാൽ മാല്യങ്ങൾ, ദതികൾ, അക്ഷതങ്ങൾ, അങ്കുരങ്ങൾ ഇവയാൽ നിചീയമാനഃ, നിചീയമാനഃ നിതരാം ചീയമാനഃ, അവിടെ വാരി വിതറുന്നുണ്ട് എന്നർത്ഥം. നിചയനം ചെയ്യപ്പെടുന്നു. അപ്പോ അങ്ങനെ വികിരണം ചെയ്യപ്പെട്ടവരായിട്ട്, മറ്റേ സഞ്ചയനത്തിന്റെ ഓപ്പോസിറ്റാണ് ഇവിടെ നിചയനം.
സഞ്ചയിക്കുക എന്നെല്ലാം കൂടി കൂട്ടി വാരുകയാണ്. നിചയനം എന്ന് പറഞ്ഞാൽ വാരി വിതറുക, എല്ലായിടത്തേക്കും വിതറുക. അപ്പൊ നിജീയമാണ്, എല്ലാം വാരി വിതറിക്കൊണ്ട് പ്രീത്യുത്കലിത ലോചനൈഹി സസ്നേഹം നിരീക്ഷ്യമാണ. പ്രീതി ഉത്കലിതം, പ്രേമം കൊണ്ട് വികസിച്ച ഭഗവാനോടുള്ള സ്നേഹ പ്രകടനമായിട്ട് അവരുടെ കണ്ണുകളൊക്കെ വികസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ലോചനങ്ങളോടുകൂടി സസ്നേഹം, സ്നേഹത്തോടുകൂടി നിരീക്ഷ്യമാണ്, നിരീക്ഷിക്കപ്പെട്ടവനായിട്ട് ആ ഭഗവാൻ മടങ്ങുകയാണ്. ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തൽസർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ. ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ. ആയോധനഗതം വിത്തം, ആ യുദ്ധരംഗത്ത് എന്തെല്ലാം ധനങ്ങൾ അഥവാ ഇവിടെയൊക്കെ കിരീടങ്ങള്, ആഭരണങ്ങള്, ആയുധങ്ങള്, ഇതെല്ലാം അവിടെ വീണ് കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ വിജയിച്ചവർക്ക് വിജയത്തിന്റെ ഒരു എന്താ പറയുക അവാർഡ് പോലെ, പ്രതിഫലം പോലെ അവർക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതൊരു എന്താ പറയുക അവർക്ക് വിജയത്തിന്റെ പ്രകടനമായിട്ട് കിട്ടുന്ന ട്രോഫികൾ പോലെയാണ്. അതെടുത്തിട്ട് വരാം. ആരാണോ വിജയിച്ചത് അവർക്ക് പരാജയപ്പെട്ടവരുടെ ഏതെല്ലാം ധനങ്ങളുണ്ടോ, ഇനി കുതിരകളും ആനകളും ഒക്കെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയും പിടിച്ചുകൊണ്ട് വരാം. കൊല്ലപ്പെടാതെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തേരുകൾ കേടുപാടില്ലാത്തതുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ഇവരുടെയൊക്കെ ആയുധങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ കിരീടാദി ആഭരണങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാം. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും ഇതെല്ലാം സഞ്ചയിക്കാനായിക്കൊണ്ട്. എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ഉഗ്രസേനനാണ് രാജാവ്, അപ്പൊ ഉഗ്രസേന രാജാവിന്റെ മുമ്പിൽ കാഴ്ചയായിട്ട് വെക്കും. ദാ ഞങ്ങൾ വിജയിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തി കൊണ്ടുവരുന്ന ട്രോഫികളാണ് എന്നുള്ള മട്ടില് ഓരോരുത്തരും കൊണ്ടുവന്ന് സമർപ്പിക്കും. അതാണ് ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം. ഇത് വീരന്മാർക്ക് ഭൂഷണമാണ്, അവകാശപ്പെട്ടതാണ്, അവരുടെ അലങ്കാരമാണത്. നമ്മുടെ ക്രിക്കറ്റ് കളിയിൽ കണ്ടിട്ടില്ലേ, കളി കഴിഞ്ഞ് അവസാനത്തെ കളിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ അടി, അതിപ്പോ ബാറ്റിംഗ് ടീമാണെങ്കിലും ബൗളിംഗ് ടീമാണെങ്കിലും ആരാണ് ജയിക്കണമെന്ന് വെച്ചാൽ അവർ ആ കുറ്റി അങ്ങോട്ട് പിടുങ്ങും, സ്റ്റമ്പുകൾ പിടുങ്ങിയെടുക്കും. ആ സ്റ്റമ്പുകൾ അവർക്ക് കൊണ്ടുപോകാം, അവർക്ക് വിജയിച്ചതിന്റെ പ്രകടനമായിട്ട്. ഇപ്പൊ ഈ കുറ്റി കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം. എത്ര കുറ്റികൾ വേണമെങ്കിലും അവർക്ക് വീട്ടിൽ വാങ്ങിക്കാനുള്ള കോടികൾ കയ്യിലുണ്ട് സമ്മാനമായിട്ട് കിട്ടിയത്. പക്ഷെ എന്നാലും ഇതൊരു പ്രത്യേക അവരുടെ ഒരു വീരത്തിന്റെ, അവരുടെ വിജയത്തിന്റെ, അഭിമാനത്തിന്റെ ഒക്കെ ഒരു ചിഹ്നമാണ്. അതുകൊണ്ട് ആ ജയം കഴിഞ്ഞ ഉടനെ അവസാനത്തെ സിക്സർ ആണെങ്കിൽ സിക്സർ വടിച്ച്, അല്ലെങ്കിൽ അവസാനത്തെ വിക്കറ്റും വീഴ്ത്തിയാൽ ആ ജയിച്ച ടീം കുറ്റികൾ അങ്ങോട്ട് പറിക്കും. ഓരോരുത്തരും അവരെ കൊണ്ടാവുന്ന കുറ്റിയും പറിച്ചുകൊണ്ട് കൂടും. നടുവിലത്തെ കുറ്റിയാണ് ആദ്യം പറിക്കുക വീരന്മാര്. അത് ആരാ നോക്കി നിൽക്കണ്ടാവും ഓരോരുത്തര്, ഞാൻ ആദ്യം പറിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നത് അതൊരു വീരന്മാരുടെ അവകാശമാണ്. അതിനെ ആരും തടയില്ല. അമ്പയർ അവിടെ നിന്നുകൊണ്ട് എന്താ കാണിക്കണമെന്നൊന്നും ചോദിക്കില്ല. കഴിഞ്ഞു, അമ്പയറുടെ പണി കഴിഞ്ഞോടെ. അപ്പൊ അതുപോലെ വീരഭൂഷണം, യുദ്ധത്തിൽ വിജയിക്കുന്ന വീരന്മാർക്ക് ഇത് ഭൂഷണമാണ്, അവർക്ക് അലങ്കാരമാണിത്. അതെല്ലാം സമാഹരിച്ചു കൊണ്ടുവന്ന് യദുരാജായ തൽസർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ. പ്രഭുവായ ഭഗവാൻ ആ യദുരാജാവായിട്ടുള്ള ഉഗ്രസേനന്റെ മുമ്പിൽ ആഹൃതം തൽസർവം ആഹരിച്ചു കൊണ്ടുവന്ന അതിനെ മുഴുവൻ പ്രാദിശത് പ്രകർഷേണ ആദിശത് ഭഗവാനായിട്ടല്ല രാജാവിനായിക്കൊണ്ട് നൽകി എന്നർത്ഥം, കൊടുത്തു, സമ്മാനിച്ചു എന്നർത്ഥം. അപ്പൊ ഞങ്ങൾ യുദ്ധം വിജയിച്ച് വരികയാണ്, വെറും കൈയോടെയല്ല വരുന്നത്. ഇതാ തെളിവുകൾ, ഇതാണ് ഞങ്ങളുടെ വീരത്തിന്റെ പ്രകടനം ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഏവം സപ്തദശകൃത്വഃ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മഗധോ രാജ യദുഭിഃ കൃഷ്ണപാലിതൈഃ. ഏവം സപ്തദശകൃത്വഃ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മാഗധോ രാജ യദുഭിഃ കൃഷ്ണപാലിതൈഃ. ഏവം ഇപ്രകാരം സപ്തദശകൃത്വഃ
സപ്തദശ 17, കൃത്വ എന്ന് പറഞ്ഞാൽ തവണ. അപ്പൊ 17 പ്രാവശ്യം. താവതീ അക്ഷൗഹിണീ ബലഃ മാഗതഃ രാജാ കൃഷ്ണപാലിതൈഃ യദുഭിഃ യുയുധേ. താവതീ അക്ഷൗഹിണീ ബലഃ. താവതീ എന്ന് പറഞ്ഞാൽ മുമ്പ് എത്രയോ അത്രയും അർത്ഥമാണ്. മുമ്പ് എത്ര അക്ഷൗഹിണിയായിട്ടാ വന്നത്? 23. അപ്പൊ 23 അക്ഷൗഹിണി ബലത്തോടു കൂടിയവനായ മാഗധ രാജാവ് ഈ ജരാസന്ധൻ കൃഷ്ണപാലിതൈഃ യദുഭിഃ യുയുധേ. കൃഷ്ണനാൽ രക്ഷിക്കപ്പെടുന്നവരായ യാദവന്മാരോട് വീണ്ടും വന്ന് യുദ്ധം ചെയ്തു. അപ്പൊ എത്ര പ്രാവശ്യം? 17 പ്രാവശ്യം എന്ന് പറഞ്ഞു. സപ്തദശ കൃത്വ. എത്ര അക്ഷൗഹിണി? 23 അക്ഷൗഹിണി വീണ്ടും വീണ്ടും. അപ്പോ ഇങ്ങനെ പല പ്രാവശ്യം ആയി കഴിയുമ്പോഴേക്കും ഏകദേശം 391 അക്ഷൗഹിണിയാവും. 17 × 23 391 അക്ഷൗഹിണി എന്ന് പറഞ്ഞാല് ഒരു അക്ഷൗഹിണി എത്രയാണ്? 1,09,350 പറഞ്ഞു. അതെ. അപ്പോ എത്രയായി? 391 × 1,09,350 പെരുക്കുക. എന്തായാലും ഒരു 45 ലക്ഷത്തിന്റെ അടുത്ത് വരും. അല്ല, സോറി, 450 ലക്ഷം. അപ്പോൾ 4.5 കോടി അല്ലേ? 4.5 കോടി 4.5 കോടി ആളുകളെയാണ് കൊല്ലുന്നത് എന്നർത്ഥം. എന്തായാലും ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് വന്നു. അപ്പോൾ വലിയൊരു ജനസംഖ്യ, ദുഷ്ടജനങ്ങള്, ഭൂമിയുടെ ഭാരമായിരുന്നവരെ എളുപ്പത്തിൽ ഭഗവാൻ ജരാസന്ധനാൽ കൂട്ടിക്കൊണ്ടുവരപ്പെട്ട് ഒരു കാരണമുണ്ടാക്കി ആളെ തപ്പിപ്പിടിച്ച് വിചാരണ ചെയ്ത്, അല്ലേ? ഒന്നും വേണ്ട, ഒരു വിചാരണയും വേണ്ട. അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ വരുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ജരാസന്ധനെ ഓരോ പ്രാവശ്യവും വിടുന്നത്. അങ്ങനെ ജരാസന്ധൻ ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ടു പോകും. 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് വീണ്ടും വരും. അങ്ങനെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. ഏവം സപ്തദശ കൃത്വ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മാഗധോ രാജ യദുഭിഃ കൃഷ്ണപാലിതൈഃ അക്ഷിണ്വൻ തദ്ബലം സർവം വൃഷ്ണയഃ കൃഷ്ണതേജസാ ഹതേഷു സേഷ്വനീകേഷു തെക്തോഗാത് അരിഭിർനൃപഃ. അക്ഷിണ്വൻ തദ്ബലം സർവം വൃഷ്ണയഃ കൃഷ്ണതേജസാ ഹതേഷു സേഷ്വനീകേഷു തെക്തോഗാത് അരിഭിർനൃപഃ. കൃഷ്ണതേജസാ വൃഷ്ണയഃ സർവം തദ്ബലം അക്ഷിണ്വൻ സ്വേഷു അനീകേഷു ഹതേഷു അരിഭിഃ തെക്തഃ നൃപഃ അഗാത്. എന്തൊക്കെയാണ്? കൃഷ്ണതേജസാ വൃഷ്ണയഃ സർവം തദ്ബലം അക്ഷിണ്വൻ. കൃഷ്ണന്റെ പ്രഭാവം ഉള്ളതുകൊണ്ട്, കൃഷ്ണന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് വൃഷ്ണി സൈന്യം, യാദവ സൈന്യം, വൃഷ്ണികൾ സർവം തദ്ബലം അക്ഷിണ്വൻ, ആ ജരാസന്ധൻ കൊണ്ടുവന്ന മുഴുവൻ സൈന്യത്തെയും ക്ഷയിപ്പിച്ചു, നശിപ്പിച്ചു. ഓരോ പ്രാവശ്യവും ജരാസന്ധൻ സൈന്യവുമായിട്ട് വരുമ്പോൾ ഭഗവാന്റെ കൂടെയുള്ള യാദവ സൈന്യത്തെ ഭഗവാൻ വീര്യം കൊടുത്തുകൊണ്ട്, ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ട് യുദ്ധം ചെയ്ത് അവരെ കൊന്നുകളയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജരാസന്ധ സൈന്യങ്ങളെ മുഴുവൻ കൊന്നുകളഞ്ഞു. അപ്പോ അങ്ങനെ സ്വേഷു അനീകേഷു ഹതേഷു, തന്റെ സൈന്യങ്ങളെല്ലാം കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഏകനായിത്തീരുന്ന രാജ നൃപഃ അരിഭിഃ തെക്തഃ, ശത്രുക്കളായ ബലരാമനാലും കൃഷ്ണനാലും ത്യജിക്കപ്പെട്ടവനായിട്ട്, ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് കടന്നു പോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നാണം കെടുത്തി പറഞ്ഞുവിടും. അങ്ങനെ തെക്തനായിട്ട് അഗാത് ഗമിച്ചു, പോയി എന്നർത്ഥം. വീണ്ടും വീണ്ടും അദ്ദേഹം മഗധയിലേക്ക് തന്നെ പോയി. അല്ലേ? ആദ്യത്തെ പരാജയത്തിനെ വലിയ ലജ്ജ ഉണ്ടാവുള്ളൂ, പിന്നെ ശീലമായിക്കോളും. അല്ലേ? ഈ സ്കൂളിലൊക്കെ
ഓരോ ക്ലാസ്സിലും പല പ്രാവശ്യം തോൽക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ പിന്നെ തോൽവി ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അതിൽ യാതൊരു ലജ്ജയില്ല. ചില ക്ലാസ്സുകളിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ടീച്ചർമാരെക്കാൾ പ്രായം ഉണ്ടാവും, വലിയ മീശക്കാരൊക്കെ ആയിട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഇന്നിപ്പോ അത് നിവൃത്തിയില്ല. ഇന്ന് ശിവൻകുട്ടി എല്ലാവരെയും ജയിപ്പിച്ചു വിടും, എല്ലാവരും ശിവൻകുട്ടിമാരാക്കി വിടും. അപ്പൊ അതുപോലെ അവർക്ക് ലജ്ജയൊന്നുമില്ല. എത്ര തോൽക്കുന്നു അത്രയും അവർക്കൊരു ക്രെഡിറ്റ് പോലെ കൊണ്ടു നടക്കും അവര്. അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ സ്കൂളിലെ ഹീറോകളാണ്. അപ്പോ എന്തായാലും ജരാസന്ധന് പിന്നീട് ലജ്ജ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. 17 പ്രാവശ്യം തോറ്റിട്ടും പിന്നെയും തിരിച്ച് അദ്ദേഹം അവിടേക്ക് തന്നെ പോകുന്നത്, വീണ്ടും സൈന്യവുമായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ 17 പ്രാവശ്യം ജരാസന്ധൻ പരാജയപ്പെട്ട കഥ ഈ 43ാം ശ്ലോകത്തോടെ കഴിഞ്ഞു. പക്ഷെ ഇനി മറ്റൊരു എന്താ പറയുക സംഗതി കൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് കാലയവനൻ എന്ന് പറഞ്ഞ വിദേശത്തു നിന്നുള്ള ഒരു ശക്തൻ. യവനന്മാരെന്ന് പറഞ്ഞാല് ഈ ഭാരത സംസ്കാരത്തിൽ നിന്ന് കുറച്ച് വേറിട്ടവരായിട്ടുള്ള ആളുകളാണ്. മ്ലേച്ഛന്മാരെന്ന് അവരെ പറയും. അപ്പൊ ആ മ്ലേച്ഛന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകള് വലിയൊരു സൈന്യവുമായിട്ട്, യവനന്റെ നേതൃത്വത്തിൽ ഒരു 3 ലക്ഷം സൈന്യവുമായിട്ട് വരുന്നു. അതാണ് 44ാം ശ്ലോകം മുതൽക്ക് പറയുന്നത്. അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തരാ നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യത. അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തരാ നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യത. നാരദ മഹർഷിക്ക് എന്താ പണി? ഭൂമിയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ മിഷൻ അതാണ്. സനാതനധർമ്മത്തെ സ്ഥാപിക്കാനായിക്കൊണ്ട് സനാതനധർമ്മത്തിന്റെ ശത്രുക്കളായിരിക്കുന്ന ആളുകളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഭഗവാന്മാരുടെ അവതാരമൂർത്തികളുടെ മുമ്പിലേക്ക് എത്തിച്ച് അവരെ ഡിസ്പോസ് ചെയ്യിക്കലും, സനാതനധർമ്മത്തോട് ആഭിമുഖ്യമുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴി കാണിച്ച് അവരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നതും, ഇത് രണ്ടും നാരദ മഹർഷി ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആളുകളെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുകയാണ്. രണ്ടാമത്തെ മറ്റേ പണി ദുഷ്ടജനങ്ങളെ മുഴുവൻ കൊല്ലിക്കാനായിക്കൊണ്ട് ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ മുമ്പിലേക്കോ ഭഗവാന്റെ മുമ്പിലേക്കോ അവരെ കൊണ്ടുവരും. ഇങ്ങനെ 2 രീതിയിൽ നാരദ മഹർഷി തൻ്റെ ലോകത്തോടുള്ള കടപ്പാട് തീർക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും നാരദ മഹർഷിയെ കണ്ടു പഠിക്കേണ്ടതാണ്, അല്ലേ? ലോകത്തിന് മുഴുവൻ ബന്ധുവാണ് നാരദ മഹർഷി. എല്ലാവർക്കും ആത്മജ്ഞാനം നൽകിക്കൊണ്ട് എല്ലാവരെയും മോക്ഷമാർഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന മഹാത്മാവ് ഗുരു. അപ്പൊ കൂട്ടത്തിൽ ദുഷ്ടന്മാരുണ്ടെങ്കിൽ നേരെയാവില്ല ഈ ജന്മത്തില് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് എത്രയും വേഗം കെട്ടുകെട്ടിക്കാനുള്ള പരിപാടി മൂപ്പര് ചെയ്യും. നാരദ മഹർഷിക്ക് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്തൂടെ, അല്ലേ? നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക ശ്രദ്ധ ഉള്ളവരായിരിക്കണം. നാരദ മഹർഷി പരമസാത്വികൻ, പരമഭാഗവതൻ, ഭഗവാന്റെ അംശഭൂതൻ. അങ്ങനെയുള്ള ആ നാരദ മഹർഷി പോലും തൻ്റെ ധർമ്മം നന്നായിട്ട് നിർവഹിക്കുമ്പോൾ നമ്മൾക്കും കണ്ടു പഠിക്കണം. അപ്പൊ എന്തായാലും നാരദ പ്രേഷിത വീര യവന, നാരദനാൽ പ്രേഷിത പറഞ്ഞയക്കപ്പെട്ടവനായിട്ടുള്ള ശക്തനായിട്ടുള്ള യവനൻ. ആ യവനൻ പ്രത്യദൃശ്യത കാണപ്പെട്ടു, പ്രതിദർശിക്കപ്പെട്ടു, മുമ്പിൽ ദർശിക്കപ്പെട്ടു. എവിടെ? അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തര. അഷ്ടാദശമ സംഗ്രാമം എന്ന് പറയുമ്പോൾ 18ാമത്തെ യുദ്ധം. ആരുടെ? ജരാസന്ധന്റെ.
18ാമത്തെ യുദ്ധം ആഗാമിനി വരാനിരിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. അതിന്റെ ആ ഒരു ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോൾ മുമ്പിലത്തെ യുദ്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് കണക്കാക്കിയിട്ട് ഇനിയും അധികം താമസിയാതെ ജരാസന്ധൻ അടുത്ത 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് പ്രത്യക്ഷപ്പെടും. അതിന്റെ ഇടയ്ക്കാണ്, അതാണ് തദന്തര, ഇൻ ബിറ്റ്വീൻ. ഇത് 18ാമത്തെ ഊഴം ജരാസന്ധൻ വരുന്നതിന്റെ ഇടയ്ക്ക്, അതിനു മുമ്പിൽ തന്നെ നാരദ പ്രേഷിത വീര യവന പ്രത്യദൃശ്യത. നാരദനാൽ പറഞ്ഞയക്കപ്പെട്ടവൻ, മൂപ്പിക്കപ്പെട്ടവനായിട്ട് യവനൻ അവിടെ പ്രകടമായി. അപ്പൊ ഈ യവനൻ വലിയ ശക്തനാണ്. അദ്ദേഹത്തിന്റെ സൈന്യം 3 കോടിയാണെന്ന് അവിടെ പറയേണ്ടി പിന്നീട്. അപ്പൊ 3 കോടി സൈന്യവുമായിട്ടാണ് വരുന്നത്. ആ ശക്തനായിട്ടുള്ള യവനൻ എല്ലാരെയും ജയിച്ച് തന്നെ പോലെ ആരുമില്ല എന്ന് കരുതി വീരവാദവും മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ ചെന്നത്. അപ്പോ എന്താ നാരദരെ, ലോകത്തിൽ വിശേഷം? എല്ലാവരും എന്നെ അറിയുന്നില്ലേ? എന്നെക്കുറിച്ച് എല്ലാവർക്കും ബഹുമാനമില്ലേ? ഞാനല്ലേ ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠനായി അറിയപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ നാരദ മഹർഷിക്ക് അറിയാലോ എങ്ങനെ വേണം ഇവനെ മൂപ്പിക്കാനെന്ന്. അങ്ങ് പലരെയും ജയിച്ചിട്ടുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ ജയിക്കേണ്ടവരെ ജയിച്ചിട്ടില്ല. അവരെയും കൂടി ജയിച്ചാലേ അല്ലേ? ഇപ്പൊ നമ്മള് ചതുരംഗം കളിക്കുമ്പോ അതില് കുറെ കാലാൾ സൈന്യത്തെയോ മറ്റ് ചെറിയ രഥം, കുതിര എന്നൊക്കെ പറയുന്ന അംഗങ്ങളെയൊക്കെ ഡിസ്മിസ് ചെയ്താലും രാജാവും രാജ്ഞിയും ഒക്കെ ബാക്കിയായിരിക്കുകയാണെങ്കിൽ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? രാജാവിനെ ചെക്ക്മേറ്റ് ആക്കുന്നതോട് കൂടിയിട്ടേ വിജയം പൂർണ്ണമാകുന്നുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തിയായിട്ട് രാജ്ഞി അല്ലെങ്കിൽ ചിലർ മന്ത്രി എന്നൊക്കെ പറയുന്ന ആ അംഗമുണ്ട്, ചതുരംഗത്തിലെ പ്രധാനമായിട്ടുള്ള അംഗം. അപ്പോ അതുകൂടി ജയിച്ചു കഴിഞ്ഞാലേ ജയിച്ചു, കളി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇദ്ദേഹം മൂപ്പിച്ചു. അങ്ങ് ജയിച്ചതൊക്കെ ദുർബലന്മാരായിട്ടുള്ള ആളുകളെയാണ്. പ്രബലന്മാരായിട്ടുള്ള ആളുകളെ വേറെയുണ്ട്. ആ ജരാസന്ധൻ എത്ര പ്രബലനാണ്! ആ ജരാസന്ധനെ 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് 17 പ്രാവശ്യം ആ രാമകൃഷ്ണന്മാരെ നിസ്സാരമായി തോൽപ്പിച്ചു കളഞ്ഞു. ആ കൃഷ്ണനാണ് അവരുടെ നേതാവ്, ശക്തി, യാദവന്മാരുടെ സൈന്യത്തിന്റെ നായകൻ. ആ കൃഷ്ണനെ ജയിച്ചാൽ മാത്രമേ അങ്ങ് ലോകം ജയിച്ചതായിട്ട് കണക്കാക്കപ്പെടുള്ളൂ. അപ്പൊ ആ കൃഷ്ണൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ലക്ഷണമൊക്കെ ചോദിച്ചപ്പോഴൊക്കെ നാരദ മഹർഷി അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താണ് കൃഷ്ണന്റെ ലക്ഷണം എല്ലാം പറഞ്ഞു കൊടുത്ത് എവിടെ കാണാൻ പറ്റും, എവിടെയാണുള്ളത്? മധുരാപുരിയിലാണ്. അവിടെ ചെന്ന് മധുരാപുരിയെ വളഞ്ഞ് യുദ്ധത്തിന് വെല്ലുവിളിക്കൂ. അപ്പൊ പുറത്തു വരും. അപ്പൊ അങ്ങക്ക് കൈകാര്യം ചെയ്യാം, കൊന്നുകളയാം. എന്നിട്ട് അങ്ങ് എന്താ പറയുക, ലോക ജേതാവായി എല്ലാവരാലും അറിയപ്പെടട്ടെ. ഇപ്പൊ അങ്ങ് വീരവാദം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നാരദരെ മൂപ്പിച്ചു. അങ്ങനെ ആ യവനൻ മധുരാപുരിയെ വളയുകയാണ്. രുരോധമധുരാമേത്യ തിസൃഭിഃ മ്ലേച്ഛകോടിഭിഃ നൃലോകേ ചാപ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാത്മസംവിധാൻ. രുരോധമധുരാമേത്യ തിസൃഭിർമ്ലേച്ഛകോടിഭിഃ നൃലോകേ ചാപ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാത്മസംവിധാൻ. അപ്പൊ നൃലോകേ അപ്രതിദ്വന്ദ്വ, നരലോകത്തിൽ മനുഷ്യലോകത്തിൽ പ്രതിദ്വന്ദ്വി ഇല്ലാത്തവനാണ് ഈ യവനൻ. മനുഷ്യരായി നരന്മാരായി വന്നിട്ടുള്ളവർക്കൊന്നും ജയിക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള ശത്രുവില്ലാത്ത, പ്രതിദ്വന്ദ്വി ഇല്ലാത്ത ആളാണ് അപ്രതിദ്വന്ദ്വനായിട്ടുള്ള ഈ യവനൻ. വൃഷ്ണീൻ ആത്മസംവിധാൻ ശ്രുത്വ. നാരദനിൽ നിന്ന് എന്താ കേട്ടത്? വൃഷ്ണീൻ ആത്മസംവിധാൻ. വൃഷ്ണിവംശം തനിക്ക് തുല്യന്മാരാണ്, തന്റെ വംശത്തിന്, തന്റെ ഇതിനൊക്കെ ഒപ്പമാണ്. തന്നെ പോലെ ബലവാന്മാരാണ് വൃഷ്ണിവംശവും ആ കൃഷ്ണനും ബലരാമനും എന്നെല്ലാം ശ്രുത്വ കേട്ടിട്ട്
തിസൃഭിഹി മ്ലേച്ഛകോടിഭിഹി മധുരാമേത്യരുരോധ. മ്ലേച്ഛകോടി, ആ കോടിക്കണക്കിന് മ്ലേച്ഛന്മാർ, അത് തിസൃഭിഹി 3. അപ്പൊ 3 കോടി സൈന്യത്തോട്, മ്ലേച്ഛന്മാരുടെ സൈന്യത്തോടുകൂടി മധുരാമേത്യ, മധുരയെ പ്രാപിച്ച് രുരോധ, രോധനം ചെയ്തു, തടഞ്ഞു എന്നർത്ഥം. മധുരയെ വളഞ്ഞു. അങ്ങനെ മധുരയെ ആക്രമിക്കാനായിക്കൊണ്ട് യവനൻ, കാലയവനൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹം നാരദനാൽ പ്രേരിതനായിട്ട് വന്നു ചേർന്നു. മധുരാപുരിയെ വളഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് നാളെ ബാക്കി കാണാം. ഈ അധ്യായത്തിന്റെ ബാക്കി നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ കാണാം. ഹരി ഓം.